എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ പാർട്ട് 49 ആണ് പഠിക്കാൻ പോകുന്നത്. എക്സലിൻ്റെ 48 വീഡിയോസും അതുപോലെ തന്നെ വേർഡ് പവർ പോയിന്റ് വീഡിയോസും നമുക്ക് പ്ലേലിസ്റ്റിലുണ്ട്. ആഗ്രഹമുള്ളവർക്കൊക്കെ എടുത്ത് പഠിക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഓട്ടോമാറ്റിക്കായിട്ട് റോ നമ്പേഴ്സ് ഇൻസേർട്ട് ചെയ്യുന്നത്. റോ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് സീരിയൽ നമ്പർ ആവാം. ഇപ്പം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് EMP ID, എംപ്ലോയി ID നമ്പർ. ഇപ്പോൾ ഇവിടെ നമ്മൾ 1 2 3 4 15 നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ കേസിൽ നമ്മൾ കൊടുക്കുമ്പോൾ 1 2 കൊടുത്തതിന് ശേഷം നമ്മൾ സെലക്ഷൻ കൊടുക്കുക, നമ്മൾ ഡ്രാഗ് ചെയ്താൽ മതി. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. പക്ഷെ ഇങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 3 or 4 റോസ് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയണം. അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ 5 മുതൽ 10 വരെയുള്ളത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയണം റോസ്. അപ്പോൾ നമ്മൾ സെലക്ഷൻ കൊടുത്ത് നമ്മൾ ഡിലീറ്റ് ചെയ്യുക. ഹോം മെനുവിൽ നമുക്ക് ഡിലീറ്റ് ഉണ്ട്, ഡിലീറ്റ് ഷീറ്റ് റോസ്. ഇങ്ങനെ നമ്മൾ ഷീറ്റ് റോസ് ഡിലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ 4 കഴിഞ്ഞ് പിന്നെ 11 ആണ് നമുക്ക് റോസ് ആയിട്ട് അവിടെ കിടക്കുന്നത്. നമുക്ക് അങ്ങനെയല്ല, നമുക്ക് ഓർഡറായിട്ട് 4 5 6 നമ്മൾ അതായത് ഒരു എക്സലിൻ്റെ ഒരു ഷീറ്റിൽ ഏത് റോസ് നമ്മൾ ഡിലീറ്റ് ചെയ്താലും നമുക്ക് ഓർഡർ അനുസരിച്ച് തന്നെ നമ്പേഴ്സ്, ലൈൻ നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്ത് വരണം, അല്ലെങ്കിൽ റോ നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്ത് വരണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫങ്ഷനാണ് റോയോ ഫങ്ഷൻ. ഇത് നമുക്ക് ഇവിടെ ഒരു ഹെഡിങ് ഉണ്ട്. നമ്മളിവിടെ കൊടുക്കുകയാണ് ഈക്വൽ ടു റോയോഫ്. ഇത് നമ്മൾ കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് നമുക്ക് 2-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണേ, കാരണം ഇത് 1 ഹെഡിങ് കിടക്കുക. അപ്പം അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നമ്മൾ ഈക്വൽ ടു റോ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് റിട്ടേൺസ് ദ റോ നമ്പർ ഓഫ് എ റെഫറൻസ്. നമുക്ക് റോ നമ്പർ റെഫറൻസ് ചെയ്യുക, അതായത് റോ നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. റോ ഓഫ് -1 നമുക്ക് ഹെഡിങ് കൊടുത്തിട്ടില്ലാതെങ്കിൽ നമുക്ക് റോ ഓഫ് നമ്മൾ കൊടുത്താൽ മതി ഫംഗ്ഷൻ. അല്ല എങ്കിൽ റോ ഓഫ് -1 നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്പർ ഡിസ്പ്ലേ ചെയ്ത് വരും. ഇനി നമുക്ക് ഇപ്പോൾ 5 മുതൽ 10 വരെയുള്ള റോസ് നമ്മൾ ഡിലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. 5 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് അല്ലെങ്കിൽ 9 വരെയുള്ള നമ്പേഴ്സ് നമ്മൾ ഡിലീറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഡിലീറ്റ് ഷീറ്റ് റോസ് നമ്മൾ ഡിലീറ്റ് ചെയ്താലും നമുക്ക് അതിൻ്റെ റോ നമ്പേഴ്സ് ഓർഡർ അനുസരിച്ച് തന്നെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഈ റോ ഓഫ് ഫങ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റോയുടെ നമ്പർ ഇൻസേർട്ട് ചെയ്യുന്നതെങ്കിൽ. ഈ റോ നമ്പർ ഇപ്പോൾ നമ്മൾ ഇവിടെയാണ് കൊടുക്കുന്നതെങ്കിൽ ഈക്വൽ ടു റോ ഓഫ് ഇത് കൊടുത്താൽ മതി, കാരണം അത് ഫസ്റ്റ് റോ തന്നെയാണ്. അപ്പോൾ 1 നമുക്ക് കൊടുത്താൽ മതി. ഇത് നമുക്ക് സെക്കൻഡ് റോയിൽ കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് റോ ഓഫ് -1 നമ്മൾ കൊടുക്കേണ്ടി വന്നത്. അപ്പം ഇതിൻ്റെ പ്രത്യേകത ഇതാണ്, നമ്മൾ ഏത് റോ ഡിലീറ്റ് ചെയ്താലും അതിൻ്റെ റോ നമ്പർ ഓർഡർ അനുസരിച്ച് ഡിസ്പ്ലേ ചെയ്ത് വരണം. ഇങ്ങനെയാണ് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു റോ നമ്പേഴ്സ് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അതോടൊപ്പം നിങ്ങൾ ഈ ചാനൽ മറ്റുള്ളവരെ കൂടി ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു.